അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെ എപ്പോ കാണുന്ന അപ്പൊ നിങ്ങൾക്ക് വാലിഡ് ആയതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഒരുപാട് പേരുടെ എനർജി ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. കുറെ പേര് കാണുന്നതാണ്. അപ്പൊ അവരുടെ എല്ലാവരുടെയും എനർജി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ്, നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് കിട്ടുക. ഇത് ഒരുപാട് പേരുടെ എനർജി ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ ഇതിലെ വാട്സാപ്പ് നമ്പർ ആണ് ഇത്. ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഇത് മൂന്നും തരണം കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ, പേഴ്സണൽ റീഡിംഗ് എടുക്കണതിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാല് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ സ്നേഹ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിന്റെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആണ്. പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്, പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്, പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? അപ്പോ കാർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് 4 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് സോർട്സ് വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്തിരി ഏകാന്തതയാണെന്നാണ് പറയണത്. തനിച്ചിരുന്ന് കുറെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഭയവും ഒരുപാട് സമ്മർദ്ദവും ഒക്കെ ഉണ്ട്. മനസ്സിന് അത്ര ഹാപ്പി ഒന്നുമല്ല, വളരെ പ്രയാസങ്ങളാണ്. അമിതമായിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഒരുപാട് മനസ്സിന് ഭയങ്കര അമിത ഭാരമാണ് അനുഭവപ്പെടുന്നത്. ചില സമയത്ത് ഒരുപാട് മനസ്സ് വളരെ അസ്വസ്ഥമാകുന്നുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ള സമയമാണ്. നല്ലൊരു ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ആള് പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ.
പിന്നെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന് ടവറാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതൊക്കെ എന്തോ ആളിലേക്ക് എന്തോ വരുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവാനോ അല്ലെങ്കിൽ എന്താ ഡാമേജ് ഉണ്ടാവാനോ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് വരുന്നുണ്ട് ആളുടെ ജീവിതത്തില്. ഇനി ആളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ജീവിക്കുക. പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ആവാൻ പോകണമെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും നിങ്ങളിലേക്ക് വരും കേട്ടോ. ഇപ്പൊ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇരിക്കണത്. പിന്നെ പേജ് ഓഫ് പെന്റക്കൽസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെന്റക്കൽസ് എന്ന് അതും ജോലിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പൈസ ഒക്കെ കിട്ടാൻ പോകണ്ടെന്ന് പറയണ ആൾക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോവാ, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലും പൈസ കിട്ടുക, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടിയിട്ട് അതിന് സാലറി കിട്ടുക, ബിസിനസ്സിലൊക്കെ ആയിട്ട് കുറച്ച് പ്രോഫിറ്റ് കിട്ടുക, ലാഭമൊക്കെ ഉണ്ടാവാനുള്ളൊരു ഒത്തിരി പൈസ ഒക്കെ വരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ആൾക്ക്. പിന്നെന്താണ്, അമ്മേ നാരായണി, പിന്നെന്താ നല്ല ശക്തമായിട്ടുള്ള ഒരാളാണെന്നാണ് പറയണത്. നല്ല ഉറച്ച മനസ്സും നല്ല ശക്തമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ഇതിരി പൈസയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ഒരുപാട് സ്വത്തിനൊക്കെ ഉടമയാകാം, അല്ലെങ്കിൽ നല്ല പൈസയുള്ള ഫാമിലിയിലുള്ള ഒരാളാകാം. റിച്ച് മാനോ റിച്ച് ഫാമിലിയിലുള്ള ഒരാളാണ്. നല്ല നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ഇല്ലാതാക്കാനൊക്കെ നല്ല അസാധാരണമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ലൊരു ബിസിനസ്മാൻ ആവാം, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന പൈസ ഉണ്ടാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. സമൃദ്ധിയും ഭാഗ്യമൊക്കെ വന്നു ചേരാൻ പോവാണെന്നാണ് പറയുന്നത്. ആളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകാൻ പോകുന്നു, നല്ല ഐശ്വര്യം ആളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആള് നല്ല ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിന്റെ റോളിലേക്കാണ് ചുവടുവെക്കുന്നത്. നിങ്ങളുടെ ഇതില് ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. ഇതിപ്പോ ലവേഴ്സ് ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങൾ. ഫാമിലി ലൈഫിലായാലും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും, ഇപ്പൊ ഭാര്യയാണ് ഭർത്താവിന് വേണ്ടി കാണുന്നതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഇടയിലായാലും ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലായാലും ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ലവേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ. ലവേഴ്സ് നിങ്ങളുടെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി പ്രയാസങ്ങള്. പിന്നെ ഇത് വിജയത്തിന്റെയാണ്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അതൊരു വിജയത്തിന്റെ കാർഡാണ്. ഒരു നിങ്ങളിലേക്ക് നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഈ സമയം ഒന്ന് മാറി പറയാൻ പോവാണെന്നാണ് പറയുന്നത്. ആളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ചേഞ്ച് വരാൻ പോകണ്ടെന്നാണ് പറയണത്. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിന്റെ ഒക്കെ അവസാനത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഈ പ്രയാസങ്ങൾ ഇതൊക്കെ തീരാൻ പോവാണ്. ഇനി നല്ലൊരു സമയം വരാൻ പോണെന്നാണ് പറയണത് കേട്ടോ. നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാം. ഒരു നല്ലൊരു പുതിയൊരു യാത്രയുടെ തുടക്കമാണ് പറയണത്. ഒരു വിദേശ യാത്രയൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യാനായിട്ടൊരു സാധ്യതയോ, അല്ലെങ്കിൽ വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന, വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ അതിനൊക്കെ ഒരു സമയം. നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമുണ്ട് ആ കക്ഷിക്ക് കേട്ടോ. നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ പ്രയാസങ്ങളുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് 3 of Wands വന്നിട്ടുണ്ട്. 3 of Wands എന്ന് പറയുമ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ടുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ എന്തായാലും നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യത പറയുന്നുണ്ട് നിങ്ങളെ പേഴ്സൺ. അപ്പൊ നിങ്ങളെ അടുത്ത് അധികം മിണ്ടുന്നുണ്ടായില്ല. നിങ്ങൾ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ളത് സാധ്യതയാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ് പറയുന്നത്. ബിസിനസ്സിലായാലും വിജയം, എല്ലാ കാര്യങ്ങളിലും സക്സസ് ആണ് ഇനി വരുന്നത്. വിദേശത്ത് പോവാനായിട്ട് ഒരു സാധ്യത, നല്ല ഹാർഡ് വർക്കിനൊക്കെ ചെയ്യുന്ന ഹാർഡ് വർക്കിനൊക്കെ ഫലം ഉണ്ടാവുന്ന പറയണത്. നിങ്ങളുടെ ഇതില് ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഉറപ്പായിട്ട്. ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ടുള്ള വിഷമങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി പലതും ആവാട്ടോ. ഇപ്പൊ സാമ്പത്തിക ആവാം, അല്ലെങ്കിൽ ഫാമിലി ആവാം,
അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആവാം, പല രീതിയിലാവാം തേർഡ് പാർട്ടി. അപ്പൊ ആ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് ഒരുപാട് സങ്കടം ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് പുള്ളിക്ക് നല്ല ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഈ തേർഡ് പാർട്ടി നിങ്ങളിപ്പോ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. രണ്ടുപേരും തമ്മിൽ കുറച്ച് നല്ല ലോങ് ഡിസ്റ്റൻസിലാണ് ഇരിക്കണേന്ന് പറയണത്. പിണങ്ങി മാറി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. നോ കോണ്ടാക്ട് ആണെന്നാണ് പറയുന്നത്. അത് ഈ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് ഇഷ്ടമല്ലാതെയല്ല, തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് അങ്ങനെ ലോങ് ഡിസ്റ്റൻസിൽ ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് 4 of Cups വന്നിട്ടുണ്ട്. അതും ഇപ്പൊ അപ്പൊ അവിടെ നിന്ന് അത്ര നല്ല ഇതൊന്നല്ല. ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആയാലും അവിടെ ഹാപ്പി ഒന്നല്ല. ഒരുപാട് അസംതൃപ്തി, വിരസത, വിഷാദം ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ വ്യക്തിക്ക് ഏകാന്തതയാണ് ഇപ്പൊ. നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും പുള്ളി ഹാപ്പി അല്ല, വളരെ ഏകാന്തതയാണ്, ഒറ്റപ്പെട്ട പോലെയാണ്. മുന്നോട്ട് പോവാനായിട്ട് അവര് തമ്മില് വലിയ സുഖത്തിലല്ല. ഒരുപാട് വിഷമം, നഷ്ടപ്പെടല്, കുറ്റബോധം, നിരാശ, അലസത, ജീവിതത്തിനോടുള്ള ഇഷ്ടം തന്നെ ഇല്ലാതിരിക്കാം, അങ്ങനെയുള്ളൊരു അവസ്ഥയെ കൂടെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ 3 of Pentacles വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത 3 of Pentacles വന്നു. അതും എന്താ, ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വളരെ വൈദഗ്ധ്യം ഉള്ളവരാണെന്നാണ് പറയുന്നത്. ജോലിയിലൊക്കെ വളരെ ആത്മാർത്ഥതയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കലാപരമായിട്ടുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഴിവിലൂടെ തന്നെ പ്രശസ്തരാവാൻ സാധിക്കും എന്നാ പറയണത്. നിങ്ങളുടെ കഴിവിനൊക്കെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വിജയമൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങളുടെ പ്രോജക്റ്റിനൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാൻ പോകണമെന്നാണ് പറഞ്ഞത്. കൂടുതൽ ലാഭം നിലനിൽക്കാൻ കൂടുതൽ പ്രയത്നിക്കണം. കലാപരമായ നിങ്ങൾക്ക് അംഗീകാരം, പ്രശസ്തി ഇതൊക്കെ ലഭിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് പിന്നെ 8 of Wands വന്നിട്ടുണ്ട്. 8 of Wands എന്ന് പറയുമ്പം എന്താ, ഒരു ട്രാവലിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാലതാമസത്തിന്, പോരാട്ടത്തിന് ശേഷമുള്ള പ്രവർത്തന കാലഘട്ടം, ഒരു ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പ്രണയത്തിലേക്കുള്ള സാധ്യത, നിങ്ങളെ തേടി ഒരു മെസ്സേജോ കോളോ വരും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല, നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നിങ്ങളിലേക്ക് തന്നെ വരാനാണ് സാധ്യത. നിങ്ങളെ ഇട്ടിട്ട് പോയിട്ട് ആൾക്ക് അത്ര ഹാപ്പി ഒന്നുമല്ല, അവിടെ വളരെ വിഷമത്തിലാണ് പോകുന്നത്. തേർഡ് പാർട്ടിയിലൂടെ വളരെ വിഷമത്തിൽ തന്നെയാണ് പോകുന്നത്. ഒരുപാട് ഏകാന്തതയാണ് അനുഭവിക്കുന്നത്. നിങ്ങളില്ലാത്തതിന്റെ ഏകാന്തതയൊക്കെയാണ് അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ, നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഉണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് സാധ്യത കേട്ടോ. നിങ്ങളെ വിളിക്കാനോ, ഒരു മെസ്സേജ് വരാനോ, വിളിക്കാനോ, വന്ന് കാണാനോ ഒക്കെ ഒരു സാധ്യതയാണ് പറയണത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ 10 of Pentacles വന്നിട്ടുണ്ട്. 10 of Pentacles ഇത്തിരി പൈസയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. സന്തോഷ സൗഭാഗ്യം നിറഞ്ഞൊരു കുടുംബവും എല്ലാം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതിനൊക്കെ ഭാഗ്യമുള്ള ഒരാളാണ്. സന്തോഷകരമായ കുടുംബജീവിതം, വീടും ധാരാളം സ്വത്തുക്കളോ എല്ലാം ഉണ്ടാവാനുള്ളൊരു യോഗമാണ് അത് കേട്ടോ. എല്ലാം ഉണ്ടാവും എന്നാണ് പറയണത് ആൾക്ക്. പിന്നെ 8 of Swords വന്നിട്ടുണ്ട്. 8 of Swords എന്ന് പറയുമ്പോ ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ചെറിയ പരിക്കേൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു കെണിയിലകപ്പെട്ട പോലെയാണ്. തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ട്, നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കെണിയിലകപ്പെട്ട പോലെയാണ് ഇപ്പൊ ആളുടെ അവസ്ഥ കേട്ടോ. അവിടെ ഹാപ്പി അല്ല എന്നാണ് പറയണത്. അവിടെ ഒരു കെണിയിലകപ്പെട്ട പോലെ, ഒരു കുടുക്കിലകപ്പെട്ട പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് ചെയ്യണം എന്നറിയാണ്ട് അങ്ങനെ നിൽക്കുന്ന, സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്ത് ചെയ്യണം എന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ ഒന്നിനും പറ്റുന്നില്ല. ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടീനെ പോലെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒന്നും അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒരുപാട് വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കുക. അവരുടെ അവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാം. പരിശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോരാം. കുറെ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഒരു തടവിലാകപ്പെട്ട പോലെയാണ്, ഒരു തടവിലായ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശക്തിയൊക്കെ നഷ്ടപ്പെടുക, കാഴ്ച നഷ്ടപ്പെടുക, അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയണത്.
പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുമ്പോ നീതി കിട്ടാൻ പോണെന്നാണ് പറയണത്. ലൈഫില് റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അല്ലെങ്കിൽ കോടതി കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഡിവോഴ്സാ അങ്ങനെയുള്ള കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ.